എന്ന് പറഞ്ഞു. അവരെ ധൈര്യപ്പെടുത്തി. രണ്ട് സ്ഥലത്ത് രണ്ട് ഭാഗത്തായിട്ട് പറയുക. തന്റെ സഹോദരന്മാരോട് പറയുക, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവമക്കളോടും ദൂരത്തിരുന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ അവരോടുള്ള ആത്മീക സന്ദേശം, ഭയപ്പെട്ടു പോകരുത്. സ്തോത്രം. മനുഷ്യർക്കെല്ലാം ഭയമുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെ എല്ലാവരും ഭയപ്പെടുന്നവരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പേടിയുള്ളവരാ. ആർക്കാ പേടിയില്ലാത്ത? എല്ലാവർക്കും പേടി. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയം എല്ലാവർക്കും ഭയമാണ്. വേറെ ചിലർക്ക് ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് പ്രാപ്തരാക്കി കൊണ്ടുവന്ന മക്കളെ ഭയം. പിള്ളേരെ പേടിയുള്ള ധാരാളം മാതാപിതാക്കളുണ്ട്. പലയിടങ്ങളിൽ പോവുകയും പലരുമായിട്ടൊക്കെ സഹകരിക്കുന്നതുകൊണ്ട് ചിലർക്കറിയാം. ചില വീടുകളിൽ അയ്യോ സാങ്കുട്ടി വരുന്നു, ആൺകുട്ടി മൂത്ത മോന, അവന് വിറച്ചാ നിൽക്കുന്നത്. ഈ അപ്പൻ മക്കളെ പേടിക്കൊന്നും വേണ്ട. സ്തോത്രം. മക്കളെ ഭയപ്പെടണ്ട. അവരെ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി സാഹചര്യമുണ്ടെങ്കിൽ കരുതണം. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. തൻ്റെ മക്കൾ തന്നോളമായ താനെന്ന് ചൊല്ലണമെന്ന്. ഇവിടെ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ട്. അപ്പന്മാര് മക്കളെ ഭയപ്പെടുകയൊന്നും വേണ്ട. നീ അപ്പനാണെങ്കിൽ അപ്പന്റെ അധികാരം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് പിള്ളേരെ ഉപദ്രവിക്കണമെന്നും പീഡിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, എല്ലാം പേടിച്ചിരിക്കുക. രാത്രി യോഗത്തിലെങ്കിലും ആ ഭയം അങ്ങ് പോട്ടെ. അപ്പോൾ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് പ്രാപ്തരാക്കി കൊണ്ടുവന്ന സ്വപുത്രനെ പേടി. വേറെ ചിലർക്ക് മരണത്തെ പേടി, ചിലർക്ക് ലോകത്തെ പേടി, ചിലർക്ക് രോഗങ്ങളെ പേടി, ചിലർക്ക് പ്രകൃതി ശക്തികളെ പേടി. ഇടിവെട്ടുന്നതും കൊള്ളിയാൻ മിന്നുന്നതും ഭൂമി കുലുക്കോ സുനാമി, നേരത്തെ ഉണ്ടായിരുന്നില്ല കാറ്റുകൾ, അതിനൊക്കെ പേരുണ്ട്. റീത്ത, കത്രീന, ഇതിനെല്ലാം ഭയമുള്ളവരുണ്ട്. എനിക്ക് പരിചിതനായ ഒരാളുണ്ട്. ഇടിയും കൊള്ളിയാനുമാണെങ്കിൽ പിന്നെ പുള്ളി മിറ്റത്തിറങ്ങുകയില്ല, ഭയമാണ്. അത് പണക്കമുണ്ട്. പുള്ളിയെ ഇകഴ്ത്തി പറഞ്ഞതല്ല, ഓരോരുത്തർക്കും ഓരോ ഭയങ്ങളാണ്. എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്, 105 വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. അമ്മയ്ക്ക് പാമ്പിനെ പേടിയില്ല, പക്ഷെ തവളെ പേടിയാ. അലക്സാണ്ടർക്കാന്ന് തോന്നുന്നു, വായിച്ചറിഞ്ഞതാ, അദ്ദേഹത്തിന് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചതാ. സമുദ്രത്തെ നോക്കി പറഞ്ഞ് കരയായിരുന്നു കീഴടക്കായിരുന്നു, പക്ഷെ പുള്ളിക്ക് കണ്ടംപൂച്ചയെ പേടിയായിരുന്നെന്ന. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുക. ചിലർക്ക് PYP-ക്കാരെ പേടിയാ. PYP-ക്കാർക്ക് ചിലർക്ക് കമ്മിറ്റിക്കാരെ പേടിയാ. ചിലടത്ത് പാസ്റ്റർമാർക്ക് സഭയുടെ സെക്രട്ടറിയെ പേടിയാ. അതുകൊണ്ട് സെക്രട്ടറി എപ്പോഴും നമ്പിയേ നിൽക്കുകയുള്ളൂ. ചിലർക്ക് കൗൺസിലിനെ പേടിയാ. ദൈവത്തെ ഭയമില്ല. കൗൺസിൽ എന്തോ തീരുമാനമെടുത്ത്, എടാ ദൈവം എടുത്തത് ആദ്യം പറ. എടല്ലോ നിന്റെ കുന്തം. ദൈവത്തെ ഭയപ്പെട്. കൗൺസിൽ വേണ്ടെന്നല്ല, കമ്മിറ്റി വേണ്ടെന്നല്ല, സെക്രട്ടറി വേണ്ടെന്നല്ല. ഓരോ സഭയ്ക്ക് അതിന്റെ നടപടിക്രമമുണ്ട്. പക്ഷേ ഈ കൗൺസിലും കമ്മിറ്റിയും സെക്രട്ടറിയും PYP-യും പാസ്റ്ററും പ്രസംഗിക്കുന്ന ഞാനും കുഞ്ഞുങ്ങളും സകലരും ദൈവത്തെ ഭയപ്പെടണം. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന ദൈവത്തെ ഭയപ്പെടണം. എന്നാൽ ഇവിടെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവർക്കും ഭയമാണ്. സ്തോത്രം. ചില സഭകളിൽ ഇരിക്കുന്ന പാസ്റ്റർമാർക്ക് വിശ്വാസികളെ ഭയമുള്ളവരുണ്ട്. ചില വിശ്വാസികൾക്ക് പാസ്റ്ററെ ഭയമാണ്, ദൈവത്തെ ഭയമില്ല. നിങ്ങളുടെ പാസ്റ്റർ വരുന്നു. ബഹുമാന പുരസ്കാരം ഇടപെടുന്നവരുണ്ട്, ബഹുമാനമല്ല ഭയം. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം അങ്ങനെയുള്ളവരോട് പറയട്ടെ, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുക. ഓർപ്പിച്ചല്ലോ, മരണത്തെ ഭയം, രോഗപീഠകൾ ഭയം, പ്രകൃതി ശക്തികളെ ഭയം, സമൂഹത്തെ ഭയം. ചിലക്ക് സമൂഹത്തെ ഭയമാണ്. അമ്മാമേ ഞങ്ങൾക്കറിയാം ഈ സ്നാനം സത്യമാണെന്നും ഇതാ ശരിയെന്നും ഒക്കെ, പക്ഷെ ഞങ്ങളുടെ സമൂഹത്തെ ഒന്ന് പേടിച്ചാ. തങ്കമ്മേ നീ നരകത്തിൽ പോവും.
സ്തോത്രം. നീ ദൈവത്തെ ഭയപ്പെട്. ചിലക്ക് കുടുംബക്കാരെ ഭയമാണ്. കുടുംബക്കാരുടെ വിചാരം ഞാൻ പറയാം, നല്ല കാശും ചുറ്റുപാട് വന്ന് നിനക്ക് ഇഷ്ടം പോലെ ബന്ധക്കാർ കാണും. ബന്ധമില്ലേലും എങ്ങനെയും അവർ ബന്ധം ഉണ്ടാക്കും. പറയാം, എൻ്റെ ഒരു കസിനാ. എന്തോ കസിൻ? വകയല്ലേ? ആരുടെ വക? എന്റെ ഭാഷ, നിനക്കൊരു കൂറ ഇല്ലേ, നിന്റെ സ്വന്തം സഹോദരൻ പോലും തിരിഞ്ഞു നോക്കുകയല്ല. പക്ഷേ ഒരു കാര്യം പറയുക, ഒരിക്കലും കൈവിടാത്തൊരു യേശു ഉണ്ട്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൊണ്ട് നരളി ചെയ്ത നസ്രയനാകുന്ന യേശു. അതുകൊണ്ട് നിന്റെ ആയുസ്സിൽ അവൻ എടുക്കേണ്ട തീരുമാനം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവവൈതനായി തീർന്ന് ദൈവത്തിന്റെ വഴികളിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക. അതാ ദൈവം നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പിൽ സന്തതമും, നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയിടുന്നേ മുത വാസമൊരുക്കിത്താൻ, പോയിടുന്നേ മുത വാസമൊരുക്കിത്താൻ, അകമിജിക വന്നു നിങ്ങളെ ചേർക്കുവാൻ, ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെട്ടോണം. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. അതുകൊണ്ടായി വേദപുസ്തകത്തിലേറെ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, ഭയപ്പെട്ടു പോകരുത്. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, മരണമോ രോഗമോ പ്രതികൂലമോ കാലാവസ്ഥ കെടുതിയോ, ഇനി ആമൻ കോവിഡോ, ഇനി മറ്റെന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ഭയം കാർന്നു തിന്നുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് അറിയിക്കാനുള്ള ആത്മീക സന്ദേശം, ഭയപ്പെട്ടു പോകരുത്. നമ്മെ രക്ഷിക്കുന്ന വിടുവിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇവിടുത്തെ ഈ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾക്ക് വേദപുസ്തകം നല്ലതുപോലെ അറിവുള്ളവരാ, എന്നെ കേൾക്കുന്ന എല്ലാവരും വേദപുസ്തകപരമായി വളരെ അറിവും പഠനവുമുള്ളവരാ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങളാണ്. ആദ്യത്തെ അധ്യായത്തിൽ മരണത്തെ പറ്റി ഒരു പരാമർശവുമില്ല. 31-ാം അധ്യായത്തിൽ മരണത്തെ പറ്റി ഒരു പരാമർശവുമില്ല. അവിടെ വായിക്കുന്നത് എല്ലാം നല്ലത് നല്ലത് നല്ലതെന്ന് ദൈവം കണ്ടെന്ന, മരണത്തെ പറ്റി ഒന്നും പറയുന്നില്ല, എല്ലാം നല്ലത്. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം നമുക്കറിയാം, തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ 1-ാം അധ്യായം സൃഷ്ടിവൃത്തമാണ്. അത് എല്ലാം നല്ലത് 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 എന്ന് ദൈവം കണ്ടെന്ന. ഞാൻ ഏറെ സമയമെടുത്ത പ്രസംഗിക്കുന്നത്, എന്നാൽ ഇന്ന് അതിന് സമയവും സാഹചര്യവും അനുവദിക്കുന്നില്ല. അതിന്
ഒന്നാമത്തെ പ്രതി ഞാനാ, കാരണം ഞാൻ അല്പം വൈകി വന്നു. പിന്നെ ഏറെ സമയമെടുക്കുന്നത് വചനം കണ്ടമാനം പറയുന്നത് കൊണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുന്നത് കൊണ്ട്. എന്നാൽ എന്നേക്കാൾ നന്നായിട്ട് വചനം പ്രസംഗിക്കുന്നവരും അടുക്കടുക്കായി പ്രസംഗിക്കുന്നവരുണ്ട്. അവർക്ക് എൻ്റെ അത്ര സമയം വേണ്ട, കാരണം അവർ നന്നായിട്ട് പ്രസംഗിക്കും, വചനം പഠിപ്പിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുന്നത് കൊണ്ടാണ് സമയം കൂടുതൽ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് ശീലി പാടും. അറിയാവുന്നവർ ചേർന്ന് പാടുന്നത് ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ്, ദൈവത്തിന് മഹത്വം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ നാടൻ ഭാഷ പറഞ്ഞ ഇടയൊന്നും ചെയ്യരുത്, നമ്മുടെ രീതി അതായതുകൊണ്ടാണ്, ദൈവത്തിന് മഹത്വം. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ. ഈ പ്രവാചകന്മാരെ എന്നാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകന്മാരെ പഠിക്കുമ്പോൾ യെരമ്യാവിൻ്റെ ശൈലിയല്ല യെശയ്യാവിൻ്റെ രീതിയല്ല, യഗസ്കേലിൻ്റെ രീതിയല്ല, ദാനിയേൽ, എല്ലാം വ്യത്യസ്തമാണ്. യെശയ്യാവെന്നെ നോക്കുന്ന എല്ലാം അങ്ങ് കുറ്റമാണ്. നോക്കി വെച്ച് പറഞ്ഞത് കൊള്ളുകയില്ല, അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാണ്ട് സത്യം വശനായിട്ട് നടക്കുന്നു, ഗുണമാകില്ല, ഇങ്ങനെല്ലാം പുള്ളി എൻ്റെ ഭാഷ പറഞ്ഞ് അങ്ങ് ആദ്യത്തെ അധ്യായം എല്ലാം പ്രാക്ക് വലപ്പുവാണ്. എന്നാൽ യെരമ്യാവ് അങ്ങനല്ല, അങ്ങ് കരച്ചില്ല. അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നികന്നം മാത്രം രാവും പകലും എൻ്റെ തലയ്ക്ക് വെള്ളവും എൻ്റെ കണ്ണ് പുള്ളിക്ക് അങ്ങ് കരച്ചിലും നിലവിളിയും പിന്നെ പിടിച്ച് കുഴിയിലിടുകയും എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പുള്ളി ആ ഒരു ശൈലിയാണ്. യഗസ്കേലാണെങ്കിൽ വേറൊരു ശൈലിയാണ്. പുള്ളി മുഴുവൻ ദർശനങ്ങളാണ് കാണുന്നത്. അതെല്ലാം സ്വർഗീയ ദർശനങ്ങളാണ് കൂടുതലും. സ്വർഗത്തെപ്പറ്റി, സിംഹാസനത്തെപ്പറ്റി, ദൂതന്മാര്, കെറൂബികൾ, പറക്കുന്ന സിംഹാസനം, ഇതെല്ലാം പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ദാനിയേലിന്റെ ശൈലി ഇങ്ങനെ. ദാനിയേൽ പറഞ്ഞിങ്ങനെ, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. പക്ഷെ അധ്യായത്തിനൊടുവിൽ അന്ന് രാത്രി പുള്ളി ചത്തുപോയെന്ന ശൈലി കണ്ടോ? പൊതുവെ പറഞ്ഞ് രാജാവിന് ദീർഘായുസുണ്ട്. രാജാവ് ഓർത്ത് കാണാൻ നല്ല ഉപദേശിയാണ്. പക്ഷെ ആ അധ്യായത്തിനൊടുവിൽ അന്ന് രാത്രി പുള്ളി. അപ്പൊ എനിക്ക് ഇങ്ങനെ ഈ രണ്ട് ശൈലി പാട്ട് പാടിയുള്ള രീതിയാ ശൈലി. അപ്പൊ ഞാൻ പലരോടും പറയും, ആ രീതി ഇഷ്ടപ്പെടുന്നവരെ എന്നെ വിളിക്കാവും, വിളിച്ചേച്ചൊരു മെനക്കേട് ഒപ്പിച്ച് വെക്കരുത്. നമ്മുടെ രീതി ഇതാ. അനേക അഭിഷിക്തന്മാരുണ്ട്. അപ്പം നമുക്കിപ്പം ഏത് വിധത്തിലാ താല്പര്യം, അങ്ങനെയുള്ള അനേക അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്നെ വിളിക്കുമ്പം ഈ രീതിയിലാണെന്നുള്ള ചിന്താഗതിയോടെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാവും. അപ്പം അത് മുന്നമേ ഒന്ന് ഓർപ്പിച്ചതാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നറിയാം, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്ര പേര് മഴ പിടിച്ചു വന്നത്. അപ്പൊ 5 ദിവസം കൊണ്ട് ദൈവം സകലത് സൃഷ്ടിച്ചു. അതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു, എല്ലാം നല്ലതാ. ചൊന്തുട്ടൻ വാക്ക് മൂലമെന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു, ആകാശത്തമ ഭിന്നമെന്ന മുഖമനു. വനങ്ങളപ്പയ്യത്തേട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായ ദിനമാറി തുടച്ചത്. വനങ്ങളപ്പയ്യത്തേട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായ ദിനമാറി തുട. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അതിന്റെ ശേഷം നാരിയെ ഗുരുവാക്കി ദൈവം. പാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അതിന്റെ ശേഷം നാരിയെ ഗുരുവാക്കി ദൈവം. പരമവർഗ പൂജിത ഭാഗ്യ വിജയിതമതാമൊരു തോട്ടം ചമച്ചതിങ്ക പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു മാറ്റം. പരഹിതം ദിവ്യോചിതമൊന്നു കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം. അനി പുതിപ്പാനോ അരുതൻ അറിവിൽ മരമായത് നിത്യം മാറുത്തു. ഒന്നാൻ വരുമ മരണമെന്നൊരു നീക്കമില്ലതിന് കരുതണം. നിങ്ങളെന്നോ പരമറ്റുന്നവർ വരുമ മരണമെന്നൊരു നീക്കമില്ലതിന് കരുതണം. നിങ്ങൾ പരമറ്റുന്നവരോട് വെള്ളങ്ങളിൽ മീതിൽ പരമേ ചന്താൻ വെള്ളങ്ങളിൽ മീതിൽ വെള്ളങ്ങൾ
വസിക്കാൻ, പാരമേശതാൻ വെള്ളങ്ങളിൽ മീതിൽ വസിക്കാൻ. അപ്പൊ 5 ദിവസം കൊണ്ട് പൂജര കേജര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് തദനന്തരം തന്നെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ആട്ടെ, മുൻപോട്ട് പോകാം. 1-ാം അധ്യായത്തിൽ എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. എല്ലാം നല്ലത്. എന്നാൽ 2-ാം അധ്യായത്തിൽ, 1-ാം അധ്യായത്തിൽ മരണത്തെ പറ്റി ഒരു പരാമർശവുമില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ മരണത്തെ പറ്റി പരാമർശമുണ്ട്. തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും പരാമർശിച്ചു. ഉൽപ്പത്തി 3-ാം അധ്യായം നിങ്ങൾക്കറിയാം, നമുക്കറിയാം. 3-ാം അധ്യായത്തിൽ, 2-ാം അധ്യായത്തിൽ ഏത് മരണത്തെ പരാമർശിച്ചോ ആ മരണം 3-ാം അധ്യായത്തിൽ പ്രവേശിച്ചു. ഉൽപ്പത്തി 4-ാം അധ്യായം ശാരീരിക മരണം നടക്കുന്നു. കയീൻ ഹാബേലിനെ കൊന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഉൽപ്പത്തി 5-ാം അധ്യായം മരണത്തിന്റെ നീണ്ട പട്ടികയാ. നിങ്ങൾക്കറിയാം, ഭയാനകമായ ഒരു അധ്യായമാ. അറിവില്ലാത്ത അജ്ഞരായ ചിലർക്ക് ഉൽപ്പത്തി 5. ആ അധ്യായത്തിൽ മുഴുവൻ മരിച്ചെന്ന ഉൽപ്പത്തി 5. ആലാം മരിച്ചു, ഷേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കേനാൻ മരിച്ചു, മഗലേൽ മരിച്ചു, യാരദ് മരിച്ചു, മധൂശലേക്ക് മരിച്ചു, ലാമക്ക് മരിച്ചു, നോഹ മരിച്ചു. ആ സഹോദരി എണ്ണുകാന്ന മൈക്കോ വെള്ളം വീണു. ഞാനൊരുത്തിന് എണ്ണുകാന്ന്. അല്ല, എണ്ണിയാലും കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. അത് ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി 5-ാം അധ്യായം മരണത്തിന്റെ നീണ്ട പട്ടിക. എല്ലാരും മരിച്ചെന്ന ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ആ ഉൽപ്പത്തി 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കറിയാം. 5-ാം അധ്യായം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇന്ന ആളിനെ ജനിപ്പിച്ചു, പിന്നെ അവൻ ജീവിച്ചു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഒന്ന് വായിച്ചേരും മനോജ് പാസ്റ്റേ. ആരേലും ഇനി ഇതുവരെ ആ ഭാഗം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേര്. ഉൽപ്പത്തി 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചേ. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. അടുത്ത വാക്യം. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്നു. അപ്പോൾ അവിടെ വായിക്കുന്ന ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഈ പദം എടുക്കണം, ജീവിച്ചിരുന്ന്. അല്ല, ഏനോശിനെ ജനിപ്പിച്ചതിന് ശേഷം ശേത്ത് ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഇനി അതിന്റെ 9-ാം വാക്യം. ഏനോശിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. അടുത്തത്. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോശ് 815 സംവത്സരം ജീവിച്ചിരുന്നു. ഏനോശ് പിന്നെ ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അല്ല, ഏനോശ് പിന്നെ ജീവിച്ചിരുന്ന. ഇനി അതിന്റെ 12-ാം വാക്യം വായിച്ചേ. കേനാന് 70 വയസ്സായപ്പോൾ അവൻ മഹലേലിനെ ജനിപ്പിച്ചു. അടുത്തത്. മഹലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ 840 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും എന്ന് പറഞ്ഞ തലമുറകളെ ജനിപ്പിച്ച ഇവരെല്ലാം പിന്നെ ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചെന്ന 15-ാം വാക്യം. മഹലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരദിനെ ജനിപ്പിച്ചു. യാരദിനെ ജനിപ്പിച്ച ശേഷം മഹലേൽ 830 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അങ്ങനെ എഴുതിയേക്ക്. ഇനി അതിന്റെ 15-ാം വാക്യം വായിച്ചേ. 18-ാം വാക്യം. യാരദിന് 112 വയസ്സായപ്പോൾ 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. അടുത്തത്. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ ജീവിച്ചിരുന്നു. ഇതെല്ലാം വായിക്കുന്നത് പിള്ളേരെ ജനിപ്പിച്ച ജീവിച്ചിരുന്ന് വീണ്ടും പുത്രന്മാരെയും ജനിപ്പിച്ച. ഇടക്കത്തെ കണ്ണിക വിട്ടേച്ച 25-ാം വാക്യം വായിച്ചേ. മെഥൂശലേഖിന് 187 വയസ്സായപ്പോൾ അവൻ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്കിനെ ജനിപ്പിച്ച ശേഷം മെഥൂശലേഖ് 782 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 28-ാം വാക്യം വായിച്ചേ. 182 വയസ്സായപ്പോൾ
അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരെല്ലാം തലമുറകളെ ജനിപ്പിച്ചതിന് ശേഷം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എന്നാൽ അതിനിടയ്ക്ക് ഒരാളെ പറ്റി എഴുതിയിരിക്കുന്നത് ആമേ തലമുറയെ ജനിപ്പിച്ച ജീവിച്ചിരുന്നല്ല. അതിന്റെ 21 വാക്യം വായിച്ചേ, 18 വാക്യം. യാരെദിന് 122 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. 21 വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ച് മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ആമേൻ ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും. ആമേൻ, സ്തോത്രം. മനസ്സിലായോല്ലോ? നിങ്ങൾ പറയാൻ മനസ്സിലായി? ഉള്ള വാക്യം മുഴുവൻ ഇന്ന് വായിപ്പിച്ചു. സൂക്ഷിച്ച് വായിച്ചവർക്ക് പിടികിട്ടി കാണും. പിതാക്കന്മാരെ അല്ലേ, ശേത്തിനെ, ഏനോശിനെ, കേനാനെ, മകളേല്, യാരതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർ തലമുറകളെ ജനിപ്പിച്ചു പിന്നെ ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. പക്ഷെ അതിനിടയ്ക്ക് ഒരു പദമാ ഹാനോക്കിനെ പറ്റി. അങ്ങനല്ല. ഹാനോക്ക് മെഥൂശലഹിനെ ജനിപ്പിച്ചേച്ച് പിന്നെ ജീവിച്ചെന്നല്ല, അവൻ ദൈവത്തോട് കൂടെ നടന്നെന്നാ. നീ ചുമ്മാ കഞ്ഞിയും പയറും ഉള്ള ചിക്കനും കുന്തവും കോടാലും തിന്ന് ജീവിച്ച് ചാകാനല്ല നിന്നെ ദൈവം വിളിച്ചത്. നീ ദൈവത്തിന്റെ കൂടെ നടക്കാനാ. ഏട്ടക്കൂരി മൂരിയിറച്ചി വല്ല അടിച്ച് പെരുക്കിയേച്ച് മൂരിയുടെ കൂരിയുടെ ഊരാ ചിലതിന്. ചിലർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മര്യാദയ്ക്ക് ചിലർ ഇടപെടുകയല്ലോ. സ്തോത്രം. അറിഞ്ഞു പിടിക്കുകയല്ലയോ മാസയോഗത്തിന് മൂരി. ഇപ്പൊ പിന്നെ മാസയോഗം നടക്കുന്നില്ല. ഇതൊക്കെ ദൈവത്താൽ സംഭവിച്ചതാ. എല്ലാം സൂമിനകത്തോടാ. വേഗക്കുട്ടിയെ കാണുന്നില്ലല്ലോ. ഈ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാ മരണം വരെ. അതിലെല്ലാറ്റിലും ഉപരി ആത്മീക ഭക്ഷണം അത്യാവശ്യം ദൈവമക്കളോട് ബന്ധപ്പെട്ട്. അപ്പൊ ഈ ഭാഗത്തെല്ലാം വായിക്കുന്നത് തലമുറകളെ ജനിപ്പിച്ച ജീവിച്ചിരുന്ന് വീണ്ടും പിള്ളേരെ ജനിപ്പിച്ചെന്ന. പക്ഷെ ഹാനോക്കിനെ പറ്റി അങ്ങനല്ല. അവന്റെ 65 വയസ്സിൽ മെഥൂശലഹിനെ ജനിപ്പിച്ചു. പിന്നെ അടുത്തത് ജീവിച്ചിരുന്നല്ല, മെഥൂശലഹിനെ ജനിപ്പിച്ചു 300 കൊല്ലം ദൈവത്തോട് കൂടെ അങ്ങ് നടന്നു. സ്തോത്രം. ഇനി അവിടെ വേറൊരു ചിന്തയെ കൊണ്ട് എല്ലാം വായിപ്പിക്കുന്നില്ല. അവിടെ എല്ലാം വായിക്കുന്നത് ഒടുവിൽ മരിച്ചെന്നാ. പക്ഷെ ഹാനോക്കിനെ പറ്റി നമുക്കറിയാം എഴുതിയിരിക്കുന്ന മരിച്ചെന്നല്ല, എടുക്കപ്പെട്ടെന്ന. ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള ഈ വല്ലാത്ത ലോകത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ കൂടെ നടക്കണം. കൂടെ നടക്കണമെങ്കിൽ അതിന് വേദപുസ്തകത്തിൽ ഒരു പ്രമാണമുണ്ട്. പ്രവചന പുസ്തകത്തിൽ 2 പേര് ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും? 2 പേര് ഒത്തിട്ടല്ലാതെ 300 കൊല്ലം നടന്നെന്ന് പറഞ്ഞാൽ 2 പേരോട് ഒത്തോണ്ടാണ് നടക്കുന്നത്. നിങ്ങൾ ചില ഭാര്യയും ഭർത്താവിനും നോക്കിയാൽ ഭാര്യ ദൂരെയാണ് മാറിയാണ് നടക്കുന്നത്, ഭർത്താവ്. എന്നാൽ ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പിടിക്കെ 2 പേരൊക്കാനെ നടക്കാനൊക്കെ ഇതില്ല. 300 കൊല്ലം ദൈവമായിട്ട് ഒത്തു എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ ഒത്തു, ഇടപാടൊത്തു, സംസാരം ഒത്തു, പ്രവൃത്തികളെല്ലാം ഒത്തു. അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ദൈവം ഹാനോക്കിനെ പോലെ വന്നൊത്തെന്നല്ല, ഹാനോക്ക് ദൈവത്തോടൊത്തെന്ന എന്ന് പറഞ്ഞാൽ ദൈവികമായ ചിന്തയും വിചാരങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാ തൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഒന്നിച്ച് നടന്നത്. ആട്ടെ, ഇടയ്ക്ക് കയറി ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം മരണത്തിന്റെ നീണ്ട പട്ടിക. വേറെ പഠിതാക്കൾ ചിലര് ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പദം ഇങ്ങനെ ചിലർ പറയുന്നത് സെമിത്തേരിയുടെ അധ്യായമെന്ന. ഭയാനകമായ അധ്യായമാണ് ചിലർക്കിത്. എന്നാൽ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഇത് ഭയത്തിന്റെ അധ്യായമല്ല. 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന് ഒരു ദിവസം ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞു, ഹാനോക്കെ, നീ 300 കൊല്ലം എൻ്റെ കൂടെ നടക്കുകയല്ലേ, അതെ, ഇനി നടക്കണ്ട, ഞാൻ നിന്നെ അങ്ങ് എടുക്കുക. ദൈവം എടുത്തു.
ഇനി വേറൊരു ചിന്ത, ഞാൻ മിക്കപ്പോഴും മരണ വീടുകളിലും പരാമർശിക്കും, നിങ്ങൾക്കും എല്ലാം അറിയാം, നിങ്ങളും അവസരം കിട്ടുമ്പോൾ പറയുന്നതാ. ഈ ചിലരെ ധരിച്ചു വച്ചിരിക്കുന്നത് ചെറുപ്രായത്തിൽ മരിക്കുക, യൗവനത്തിൽ മരിച്ചു, അല്ലെ ഒരു 30 വയസ്സ് 20 വയസ്സ് 40 വയസ്സ് 50 വയസ്സിലൊക്കെ മരിക്കുന്നത് ഏതാണ്ട് ശാപമാണെന്ന്. അല്ല, ഏത് സമയത്തും മരണം എന്നെ നിങ്ങളും പിടികൂടാം. അങ്ങനെ തന്നെ ഹാനോക്കിന്റെ മരണം ശാപമാകാനാ സാധ്യത. കാരണം ആ കാലത്തെ പിതാക്കന്മാരെല്ലാം 930 967 900 800 ചില്ലുവാനോ വയസ്സ് വരെ ജീവിച്ചിരിക്കുക. അന്നേരം ഒരാൾ മാത്രം 365 വയസ്സിൽ തീർന്നു, കാണുന്നില്ല. അപ്പോൾ ഈ ഭൂമിയിൽ ദീർഘവർഷങ്ങൾ ജീവിക്കുന്നതല്ല വിഷയം. ദീർഘവർഷങ്ങൾ ജീവിക്കുന്ന തെറ്റാണെന്നോ ശാപമാണെന്നോ ദോഷമാണെന്നല്ല എൻ്റെ വാദം, അത് നല്ലത്. എന്നാൽ ചെറുപ്രായത്തിൽ യൗവന പ്രായത്തിൽ 40 50 60 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 35 വയസ്സിലൊക്കെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ശാപമാണെന്ന് ധരിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. ദൈവം ഏൽപ്പിച്ച കാര്യം നിവർത്തിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കാതിരിക്കുന്ന നല്ലത്. വെറുതെ വീട്ടുകാർക്കും സഭക്കാർക്കും മെനക്കേടുണ്ടാക്കി വെക്കരുത്. ദൈവം ഏൽപ്പിച്ച കാര്യവും ചെയ്ത് അല്ലാത്തതും ചെയ്തേച്ച് പിന്നെ വന്ന് സഭയിലിരുന്നങ്ങ് മുരടുക. ഒരു നല്ല യോഗം നടത്താൻ പോലും ചിലത് സമ്മതിക്കുകയല്ല. അതിന് അപ്പച്ചൻ സമ്മതിക്കുകയല്ല, അപ്പച്ചൻ നേരത്തെ പോകേണ്ട ആളാ, ചുമ്മാ മെനക്കേടൊപ്പിച്ച് വെക്കരുത്. മനസ്സിലായോ? അതുകൊണ്ട് പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ അവിടുന്ന് തന്നെ ഏൽപ്പിച്ചത് നിവർത്തിച്ചെങ്കിൽ എന്നെ അങ്ങ് എടുത്തോണം. സ്തോത്രം. അപ്പൊ ആയുസിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ചിലർക്ക് അങ്ങനെ ധാരണയുണ്ട്, 90 100 അങ്ങ് നല്ലതാ. എന്നാൽ യൗവനത്തിൽ പോകുന്നവരെ കുറിച്ച് മറ്റ് ചിന്ത ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഹാനോക്കിനെ കാണുന്നില്ലെന്നാ. 365 കൊല്ലമേ ജീവിച്ചുള്ളൂ, പക്ഷേ അതിൽ 300 കൊല്ലവും ദൈവത്തിന്റെ കൂടെ നടക്കുക. ഈ ഭൂമിയിൽ എത്ര കൊല്ലം ജീവിച്ചിരിക്കുന്നെന്നുള്ളതല്ല വിഷയം, ജീവിക്കുന്നിടത്തോളം ഈ ദൈവത്തോടു കൂടെ എത്ര നാൾ നടക്കുന്നെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കിത് ലഭിച്ചിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും നന്മയുമല്ല കർത്താവിനോട് കൂടെ നടന്ന് വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിപ്പാനാ അവൻ ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പൊ ഉൽപ്പത്തി പുസ്തകം ആരംഭ അധ്യായത്തിൽ മരണത്തിന്റെ പരാമർശമില്ല, ഓടിച്ച ഭാഗം മുമ്പോട്ട് പോകും. എന്നാൽ ഒടുവിലത്തെ അധ്യായം 2 അധ്യായം 49 50 2 അധ്യായത്തിൽ 2 മരണമാണ്. നിങ്ങൾക്കറിയാം, ഒന്ന് യാക്കോബിന്റെ മരണവും 2 യോസഫിന്റെ മരണവും. ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിച്ചു. യാക്കോബ് മരിച്ചതിന് ശേഷം യാക്കോബിനെ കൊണ്ട് മിസ്രയീമിൽ നിന്ന് കനാന് കൊണ്ടുവന്ന് അടക്കി. ശവസംസ്കാരമെല്ലാം കഴിഞ്ഞ് ജ്യേഷ്ഠന്മാരും സഹോദരന്മാരെല്ലാം കൂടെ തിരിച്ച് മിസ്രയീമിൽ വന്നു കഴിഞ്ഞപ്പോൾ സഹോദരന്മാര് ഒന്നിച്ച് നിന്നേച്ച് പറയുന്ന ഭാഗമാണ് 14 വാക്യം മുതൽ. ഒന്ന് വായിച്ചേര്, 14 50-14. ജോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട് പക്ഷേ യോസഫ് നമ്മെ ദേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ യോസഫിന്റെ അടുക്കൽ ആളയച്ച് അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു. ആ ഭാഗമൊക്കെ നമുക്കറിയാം. ജ്യേഷ്ഠന്മാർ അപ്പനെ ഇടയ്ക്ക് വെച്ച് തിരിച്ചു വന്നപ്പോൾ ഇവര് കമ്മിറ്റി കൂടി വെച്ച് പറയുക, അപ്പം മരിച്ചു, പരുവക്കേടായി, മിക്കവാറും യോസേപ്പ് നമ്മളെ ദ്വേഷിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും ഈ ഭാഗമെല്ലാം ചിന്തിച്ചതാണ്. യോസേപ്പിനെ പറ്റി അപ്പൻ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞൊരു പദമുണ്ട്, യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം. അങ്ങനെ ആ ഉൽപ്പത്തി 49 22 വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അപ്പൊ യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം, നല്ല ഫലമുള്ള വൃക്ഷമായ യോസേപ്പ്. അത് പുതിയ നിയമസഭയോട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലം, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ആ ആത്മാവിന്റെ ഫലത്തിൽ ആദ്യത്തെ ഫലം ആ സ്നേഹം. ഈ സ്നേഹം യോസേപ്പിന്റെ ജീവിതത്തിലുണ്ട്. ആ ഫലം, സ്നേഹം എന്ന ഫലം നന്നായിട്ട് കായ്ച്ചു നിൽക്കുക. ആരിൽ? യോസേപ്പിൽ. PYP അംഗങ്ങളിലെല്ലാം സ്നേഹമെന്ന ഫലം നല്ലതുപോലെ കായ്ച്ചു നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ പാനൽ പിടിക്കുകയും ഗ്രൂപ്പിസം ഉണ്ടാക്കുകയും
അത് PIP മാത്രമല്ല, YPC, പിന്നെ ചട്ടകോടിന്റെ എന്തുവാ YPE, പിന്നെ CM നമ്മുടെ അവരുടെയാ AGയുടെ ചാരോന്റെ എന്നതാ ചാരോന്റെയാ CM. അപ്പൊ AGയുടെയോ CA ആന്നേലും BA ആന്നേലും ഏത് A ആന്നേലും ആത്മാവിന്റെ ഫലം ഉണ്ടായിരിക്കണം. ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. അപ്പൊ യോസേപ്പ് ഈ ഫലപ്രദമായൊരു വൃക്ഷമാണ്. ഈ ഫലം കായ്ച്ച് യോസേപ്പ് ഇങ്ങനെ നിൽക്കുക. ആ ഫലത്തിലെ ആദ്യത്തെ ഫലമാ സ്നേഹം. ആ സ്നേഹത്തിന്റെ വിശേഷത നമുക്കറിയാം. നിങ്ങളെ പഠിപ്പിക്കേണ്ട. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചോ. അറിവുള്ള വാക്യമാണ്, എന്നാലും ഒന്ന് പൊതുവിൽ വായിച്ചോ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ക്ഷമിക്കുന്നു. ഈ ഫലം യോസേപ്പിലുണ്ട്. ദീർഘമായി ക്ഷമിക്കുക. ഈ ജ്യേഷ്ഠന്മാര് യോസേപ്പിനെ കണ്ടമാനം പീഡിപ്പിച്ചവരാ. ഞാൻ കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ ചർച്ചില് ദൈവവചനം ധ്യാനിച്ചപ്പോൾ ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. യോസേപ്പിനെ പകച്ചു, അധികം പകച്ചു. യോസേപ്പിനോട് സമാധാനപരമായിട്ട് സംസാരിച്ചില്ല, ദ്വേഷിച്ചു, അസൂയപ്പെട്ടു, കൊല്ലാന്നും പറഞ്ഞു കൂടിയാലോചന നടത്തി, ഇസ്മയിലെ കച്ചവടക്കാർക്ക് വിറ്റു, എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തു. പക്ഷേ യോസേപ്പ് ഇതൊന്നും അവരോട് തിരിച്ചു ചെയ്തില്ല. കാരണം തന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ഫലമാണ്. ആത്മാവിന്റെ ഫലം സകലതും ക്ഷമിക്കും, സകലതും പൊറുക്കും. എന്നെ കേൾക്കുന്ന പെന്തിക്കോസുകാരോട് മൊത്തത്തിലായി പറയുന്നത്, ക്ഷമിക്കണം, വിട്ടുകളയേണ്ടത് വിട്ടുകളയണം, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം, ദീർഘമായിട്ട് ക്ഷമിക്കണം. അന്യോന്യം പോര് വിളിക്കുകയും ആക്ഷേപം പറയുകയും അപമാനം പറയുകയും ചെയ്യേണ്ട കാലവും സമയവുമല്ല. നാം ദൈവമക്കളാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം അങ്ങ് വിടുകയാ. അപ്പോൾ ജ്യേഷ്ഠന്മാരെല്ലാം കൂടെ കൂടിയേച്ച് പറഞ്ഞു, നമ്മളെ യോസേപ്പ് ദ്വേഷിക്കും, നമ്മളെ പകയ്ക്കും, നമ്മൾ ചെയ്തതിന് തിരിച്ച് പ്രതികാരം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ചപ്പോൾ യോസേപ്പ് അവരോട് പറയുന്ന ഭാഗമാണ് നമ്മൾ കുറുവാക്യമായിട്ട് എടുത്തത്. 50-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യം. ആ 3 വാക്യത്തിലും അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ദൈവമക്കൾ ഭയപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദോഷം വരാം, ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് അനർത്ഥം വരാം, ദൈവം അനുവദിക്കത്തില്ല. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം. ആ യോസേപ്പ് യേശു ക്രിസ്തുവിന് നിഴലായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ പകയ്ക്കാത്തൊരു നല്ല കർത്താവ്, നമ്മളെ പോറ്റി രക്ഷിക്കുന്ന ഒരു ദൈവം. അവിടെ വായിക്കുന്നത്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ഞാൻ രക്ഷിക്കും. ആമേൻ. അവിടുന്ന് രക്ഷിക്കാൻ വല്ലഭത്വമുള്ളവനാ. രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പോറ്റി നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാ. ഇന്ന് രാത്രി ആ രക്ഷിതാവാകുന്ന ക്രിസ്തുയേശുവിന്റെ തൃക്കരങ്ങളിൽ ഇന്ന് രാത്രി സമർപ്പിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, തിരി കത്തിക്കണ്ട, മെഴുകുതിരി കൊടുക്കണ്ട, അരി കൊടുക്കണ്ട, മലര് കൊടുക്കണ്ട, ഉപ്പും അരി ഒന്നും കൊടുക്കണ്ട, വത്ത് എഴുതി കൊടുക്കണ്ട, കുരിശും തൊട്ടി പണിത് കൊടുക്കണ്ട, ഹോള് പണിത് കൊടുക്കണ്ട, ഒരു ഭൗതിക സാധനം കൊടുക്കണ്ട, പൂവൻകോഴിയെ കൊടുക്കണ്ട, പെടക്കോഴിയെ കൊടുക്കണ്ട, കാളെ കൊടുക്കണ്ട, കഴുതയെ കൊടുക്കണ്ട, ആടിനെ കൊടുക്കണ്ട, മുട്ടനെ കൊടുക്കണ്ട, പെണ്ണാടിനെയും കുഞ്ഞാടിനെയും ഒന്നിനെയും കൊടുക്കണ്ട. ഇന്ന് രാത്രി കൊടുക്കേണ്ടത് നിന്നെ അങ്ങ് കൊടുത്താൽ മതി. എന്റെ ദൈവമേ, ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. എന്റെ ഉള്ളത്തിലേക്ക് അവിടെ നെടുന്നുള്ളി വരണം. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി അറിയിപ്പനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട. നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള നല്ല യോസേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്.